മടിയുള്ള ദിവസങ്ങളിലൊക്കെ രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. കറി ഇല്ലാതെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം കേട്ടോ, അല്ലെങ്കിൽ ചിക്കൻ കറിയോ ബീഫ് കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. ഇനിയിപ്പോൾ കറി ഇല്ലെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണിത്. അപ്പോൾ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് പുട്ടുപൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ 1/2 കപ്പ് തേങ്ങ ചിരവിയതും 1 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാലിൻ്റെ അളവ് നമ്മൾ എടുക്കുന്ന പുട്ടുപൊടിൻ്റെ അനുസരിച്ചിട്ടിരിക്കും കേട്ടോ. ഓരോ പുട്ടുപൊടിക്കും ഓരോ അളവൊക്കെ ആയിരിക്കും വെള്ളത്തിൻ്റെത്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പൊടിക്ക് 1 കപ്പ് പാൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ചിലപ്പോൾ അതിലും കൂടാം. അപ്പോൾ നമ്മൾ പാക്കറ്റിലൊക്കെ വാങ്ങിക്കുന്ന പുട്ടുപൊടിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിലും കൂടുതൽ വേണ്ടി വരും കേട്ടോ. 1-2 ടേബിൾ സ്പൂണൊക്കെ എക്സ്ട്രാ വേണ്ടി വരും. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ ചാക്കേരിൻ്റെ പൊടിയുണ്ടല്ലോ, പുട്ടുപൊടി നമ്മൾ മില്ലിൽ നിന്ന് പൊടിപ്പിച്ച് വറുത്തെടുത്തിട്ടുള്ള ആ ഒരു അരിപ്പൊടിയാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കണം, ആ ഒരു പുട്ടുപൊടിയുടെ തരിയൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ പുട്ടുപൊടിയിൽ പാലൊഴിച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പാലൊക്കെ കംപ്ലീറ്റ് അബ്സോർബായി വന്നിട്ടുണ്ട്. പുട്ടുപൊടിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ കട്ടയായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കട്ടയൊക്കെ ഒന്ന് ഉടച്ച് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം എന്നിട്ട് ഇതുപോലൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ, സ്റ്റീലിൻ്റെ പ്ലേറ്റ്. അതിൽ കുറച്ച് നെയ്യ് ഒന്നാക്കി കൊടുക്കുക. നെയ്യ് അടിയിലും സൈഡിലും ഒക്കെ ഒന്ന് ഇതുപോലെ തേച്ച് കൊടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പുട്ടുപൊടി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുത്താൽ ടേസ്റ്റ് ആണ് കേട്ടോ. അതായത് നമ്മൾ ചായക്കൊക്കെ വെറുതെ കഴിക്കാനൊക്കെ ഉണ്ടാക്കുന്നത് എങ്കിൽ കുറച്ച് പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് പാൽപ്പൊടിയും ഒരിത്തിരി നെയ്യൊക്കെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ കഴിക്കാൻ കൂടുതലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കറിയുടെ കൂടെ കൂട്ടി കഴിക്കാനാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇതെല്ലാം ഒന്നങ്ങ് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. സ്പാറ്റിൽ വെച്ചിട്ട് ഒരുപാട് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കേണ്ട, ജസ്റ്റ് ഒന്നങ്ങ് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് സ്റ്റീമർ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തട്ട് വെച്ച് കൊടുത്തിട്ട് ഇറക്കി വെച്ച് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വേവാൻ എടുക്കുന്ന സമയം നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ ആ ഒരു വലുപ്പത്തിനനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും കേട്ടോ. അല്ല കട്ടിയിലൊക്കെ ആണെന്ന് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15-20 മിനിറ്റൊക്കെ വരും. അപ്പോൾ അല്ലെങ്കിൽ തിന്നായിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് കുക്കായിട്ട് വരും. അപ്പോൾ അതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പാൽപുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊരു കൂർഗ് സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റാണ്. ഇനി നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതുപോലെ ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നെയ്യൊക്കെ പാത്രത്തിലാക്കിയത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഇതിൽ നിന്ന് വെട്ടും കിട്ടും. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതാ ഇതിൻ്റെ കൂടെ ബീഫ് കറിയാണ് കേട്ടോ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ കറി ഇല്ലാതെ കഴിക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഈ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്